നമസ്കാരം. സുഹൃത്തിനെ കാണാൻ ബംഗളൂരുവിൽ പോയ മലയാളി യുവാവിനെ 6 അംഗ സംഘം ഫ്ളാറ്റിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി നഗ്നചിത്രങ്ങൾ പകർത്തി 8 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി പരാതി. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഫ്ലോറിക്കൽ റോഡ് സ്വദേശിയായ 21-കാരനാണ് തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ചൊവ്വയൂർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ജൂലൈ 24-നാണ് യുവാവ് സുഹൃത്തിനെ കാണുന്നതിനായി ബംഗളൂരുവിൽ എത്തിയത്. സുഹൃത്തിനൊപ്പം ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്ന യുവാവിനെ മറ്റൊരു സുഹൃത്ത് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് യുവതി ഉൾപ്പെടുന്ന 6-അംഗ സംഘം ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കോഴിക്കോട് പയ്യമ്പ്രയിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് യുവാവിനെ തടങ്കലിൽ വെക്കുകയായിരുന്നു. ഇവിടെ വെച്ച് യുവാവിനെ ബലം പ്രയോഗിച്ച് കെട്ടിയിട്ട് മൊബൈൽ ഫോണിൽ നഗ്നചിത്രങ്ങൾ പകർത്തി. തുടർന്ന് ഈ ദൃശ്യങ്ങൾ യുവാവിന്റെ മാതാവിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത സംഘം വിട്ടയക്കണമെങ്കിൽ 8 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകിയില്ലെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നാൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട യുവാവ് നാട്ടിലെത്തുകയും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ചെവായൂർ ഇൻസ്പെക്ടർക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്തു. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച 6-അംഗ സംഘത്തിൽ ഒരു യുവതിയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. തട്ടിക്കൊണ്ടുപോയ സംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പ്രതികളിൽ യുവതി ഉൾപ്പെടെ 3 പേരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം.